ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ റേഷൻ നൽകാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. റേഷൻ കടയിൽ ചെന്നപ്പോൾ റേഷൻ കടക്കാരൻ പറഞ്ഞു, ഇത് കോൺഗ്രസ്സുകാരുടെ റേഷൻ കടയാണ്, നിങ്ങൾ BJP-ക്കാരുടെ റേഷൻ കടയിൽ പോയി ആ റേഷൻ മേടിച്ചോ, ഇവിടെ ഇല്ല. അത് സത്യമാണെങ്കിൽ അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. കാരണം റേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് സപ്ലൈ ആണ്. അയാൾ വെറും ഏജന്റ് മാത്രം, അയാളുടെ ലൈസൻസ് പോലും റദ്ദ് ചെയ്യേണ്ടതാണ്. സത്യമാണെങ്കിൽ പറയുന്നത് മറിയക്കുട്ടി ചേട്ടത്തി ആയതുകൊണ്ട് വിശ്വസിക്കാൻ പ്രയാസം. ചേട്ടത്തി ഓർക്കുന്നില്ലേ, ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്കെതിരെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ശക്തമായ ശബ്ദമുയർത്തിയ ആളാണ് മറിയക്കുട്ടി ചേട്ടത്തി. അത് സ്പോൺസേഡ് സമരമായിരുന്നു, അഥവാ കോൺഗ്രസുകാർ സ്പോൺസർ ചെയ്തതാണ്, അവര് പിന്നിൽ നിന്ന് കളിച്ചതാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. മറിയക്കുട്ടി ചേട്ടത്തി കോൺഗ്രസുകാർക്ക് വേണ്ടി സമരം ചെയ്തു. പ്രത്യുപകാരമായിട്ട് കോൺഗ്രസുകാർ കഷ്ടപ്പെട്ട് കാശ് പിരിച്ച് ചേട്ടത്തിക്ക് വീട് വെച്ചു കൊടുത്തു. വീടെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ അവർ കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. കോൺഗ്രസുകാർക്ക് കലിപ്പ് തോന്നാതിരിക്കുമോ? സ്വാഭാവികം. അത് തന്നെയാണ് യഥാർത്ഥമായ കാര്യം എന്ന് പറയുന്നത്. അന്നും എന്നും ഈ ചേട്ടത്തി സമരത്തോട് ഞാൻ എതിരായിരുന്നു. കാരണം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, സഹകരണ ബാങ്കിൽ നിന്ന് പെൻഷൻ കൊണ്ട് കൊടുത്തു ജീവനക്കാർ, ആ കാശ് കൈമേടിച്ച് ഉയർത്തിപ്പിടിച്ച് അവരിങ്ങനെ പറയുകയാണ്, ഇതെന്നാ ഉണ്ട്, എനിക്ക് ഞായറാഴ്ച സൺഡേയിൽ ഇറച്ചി മേടിക്കണം. പിന്നെ അല്ല, ബാങ്കിൽ പണം നിക്ഷേപിച്ച് തിരിച്ചു ചോദിക്കുന്ന പോലെ അവർ പറയുന്നത്, ഒരവകാശം എന്ന പോലെ. ചേട്ടത്തി ഓർക്കണം, ചേട്ടത്തിയല്ല ചേട്ടത്തിയെ പോലെ എല്ലാവരും ഓർക്കണം, ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല, അതൊരു ഔദാര്യമാണ്, ദാനമാണ്. ആരുടെ ദാനം? സമൂഹത്തിന്റെ ദാനം. മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒന്നുമല്ല. സമൂഹം അവർക്ക് കൊടുക്കുന്ന ഒരു ദാനമാണ്. ആ ഗതിയില്ലാത്തവരെ, കഴിവില്ലാത്തവർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത്. അവർക്കേ കൊടുക്കാവൂ, എല്ലാവരും കൊടുക്കേണ്ട കാര്യവുമില്ല. ഒരു ഗവൺമെന്റിന്റെ പ്രഥമമായ ധർമ്മം എന്ന് പറയുന്നത് അനുദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുക, ശമ്പളം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് മുൻഗണനാ വിഷയം, പ്രഥമ പരിഗണന. പിന്നെ തീർച്ചയായിട്ടും ഡെവലപ്ഡ് സൊസൈറ്റിയിൽ ഈ ക്ഷേമ പെൻഷനൊക്കെ ആവശ്യമാണ്, കൊടുക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ 2000 എങ്കിലും കൊടുക്കണം. പക്ഷെ നമ്മൾ ഓർക്കണം, ഇന്ത്യയിൽ ഏറ്റവും അധികം കുടുംബങ്ങൾക്ക് ഈ പെൻഷൻ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. മറ്റു പല സംസ്ഥാനങ്ങൾ കൃത്യമായി കിട്ടാറില്ല. 1600 കോടി 1000 പോലും ഇല്ല സംസ്ഥാനങ്ങളുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനെ ഒരു അവകാശമായി കണക്കാക്കി അതിന്റെ പേരിൽ സമരം ചെയ്യുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. പെൻഷൻ മാത്രമല്ല, മറ്റ് ആനുകൂല്യങ്ങൾ പലതും ആനുകൂല്യങ്ങളാണ്, അവകാശമല്ല. ഉദാഹരണത്തിന് റിസർവേഷന്റെ കാര്യം തന്നെ എടുക്കുക. ഇപ്പോ അഡ്മിഷൻ നടക്കുകയാണ്, MBBS, PG, നീറ്റ്, അവിടെയൊക്കെ അഡ്മിഷൻ കിട്ടുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും റിസർവേഷൻ ഉള്ളവരാണ്. അവർക്ക് റിസർവേഷൻ കൊടുക്കുമ്പോൾ അർഹതയുള്ള പലർക്കും അത് കിട്ടാതെ പോകുന്നു. ഒരേ ബെഞ്ചിൽ നിരന്നിരിക്കുന്ന 4 വിദ്യാർത്ഥികൾ, ജനറൽ കാറ്റഗറി, OBC, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് പലപ്പോഴും അഡ്മിഷൻ കിട്ടാറില്ല. മറ്റവർക്ക് കുറഞ്ഞ മാർക്ക് മതി, അവർക്ക് കിട്ടും ആദ്യ അഡ്മിഷൻ. സീറ്റുകൾ പരിമിതം. അനീതിയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. ഞാൻ പറയുന്നത് റിസർവേഷൻ ഒന്നും അവകാശമല്ല എന്നാണ്. എന്ന് പറയുന്ന പോലെ സാമൂഹ്യക്ഷേമ പെൻഷനും അവകാശമല്ല. ഏതാണെങ്കിലും മറിയക്കുട്ടി ചേട്ടത്തിയുടെ ആ പരാതി പരിഹരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു.